അസ്സലാമലൈക്കും. ഹവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയിട്ട് ഫോർട്ട് കൊച്ചി ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാ പരിപാടികളുമായിട്ട് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകണേണ്. പരിപാടിയൊക്കെ കാണാൻ രാത്രിയാണ് അവിടെ പരിപാടികളൊക്കെ നടക്കുന്നത്. രാത്രി കാണാനാണ് അവിടെയൊക്കെ ഭംഗി. പോകുന്നവരും മിക്കവരും അങ്ങോട്ടുള്ളതാണ്. അതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ് റോട്ടിലൊക്കെ. വണ്ടികളുടെയൊക്കെ ബഹളമാണ്. അവിടെ എത്തി. അവിടെ കയറുന്ന എൻട്രൻസിൽ തന്നെ നല്ല തിരക്കാണ്. തിരക്കിലവിടെ കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയേക്കണേണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വേണം കയറി പോകാനായിട്ട്. നിറച്ച ആൾക്കാരാണ് ഇവിടെ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. രാത്രി ആയതുകൊണ്ട് ലൈറ്റും വെട്ടവും ബഹളവും എല്ലാവരുടെ ഒച്ചപ്പാടൊക്കെ കൊണ്ട് നല്ല ഇതാണ്. കുറേ കച്ചവടക്കാരുമുണ്ട്. പല ബലൂണും മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കുട്ടികൾക്ക് ഇത് കാണുമ്പോഴൊക്കെ ഇതൊക്കെ ആവശ്യമായിരിക്കുമല്ലോ പിള്ളേർക്ക്. അതിനൊക്കെ നിറച്ച് കച്ചവടക്കാരും ഉണ്ട്. തലയിൽ വെക്കണ ലൈറ്റ് കത്തണ ഇതും ബലൂണ് അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. ഇങ്ങനെയൊക്കെ നല്ല സാധനങ്ങളൊക്കെ കച്ചവടക്കാർ ഇവിടെ വിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ആ ട്രീയിൽ നിറച്ച് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചേക്കണേണ്. അതിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ആണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ വലുതാണ്. ഇതിനെ കുറേ ആൾക്കാർ 2-3 മാസം മുമ്പ് തന്നെ ഇതിൻ്റെ പണികളൊക്കെ തുടങ്ങിയിരുന്നു. ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനും പപ്പാനിനെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് വളരെ കഷ്ടപ്പെട്ട് സഹിച്ചാണ് എല്ലാവരും ഇത് ഉണ്ടാക്കിയത്. നല്ലൊരു ട്രീ ആണ്. ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പാലക്കാട്, തൃശ്ശൂർ, പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ജനങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു ദിവസമല്ല, ഇത് ഒരു 7 ദിവസമൊക്കെ ഉണ്ട് ഈ പരിപാടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പല ദിവസങ്ങളിലായിട്ട് എല്ലാവരും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തി ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഇതാണ്. DJ ഒക്കെ ഉണ്ടാവും രാത്രി ഇത് ചില ദിവസങ്ങളിൽ DJ പരിപാടിയൊക്കെ ഉണ്ടാവും. അന്നൊക്കെ നിറച്ച ആൾക്കാരായിരിക്കും ഇവിടെ ഈ ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ പപ്പാനിനെയാണ് ഇവിടെ കത്തിക്കണത്. ഡിസംബർ 31 12 മണിക്ക് ഇതിനെ ഇവിടെ കത്തിക്കും. ഇതിലും വലിയ പരിപാടിയാണ് സാധാരണ ഫോർട്ട് കൊച്ചിയിൽ നടക്കുന്നത്. പിന്നെ കാർണിവലൊക്കെ ഉണ്ടാവും. ഇതിനേലും നല്ല ഭംഗിയായിരിക്കും അതൊക്കെ കാണാനായിട്ട്. പക്ഷേ ഇത് മൻമോഹൻ സിംഗ് മരിച്ചതുകൊണ്ട് ആ പരിപാടികളൊക്കെ നിർത്തി വെച്ചേക്കണേണ്. ഇതൊക്കെ ചെറുതായിട്ടുള്ള പരിപാടികളാണ്. ഇതിലും നല്ല പരിപാടിയായിരിക്കും എല്ലാ കൊല്ലവും ഇവിടെ ഉണ്ടാകുന്നത്. പിന്നെ പരേഡ് ഗ്രൗണ്ടിലാണ് പപ്പാനിനെ കത്തിക്കുന്നത്. അതും നിർത്തി വെച്ചേക്കണേണ് ഈ മൻമോഹൻ സിംഗ് മരിച്ചത് കൊണ്ട്. പിന്നെ ഒരു പപ്പാനിനെ ഇവിടെ കത്തിക്കും. പിന്നെ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഈ ബ്ലോക്കും തിരക്കും കൂടെയാണ്. അപ്പം ഞങ്ങളത് കഴിഞ്ഞ് വേറൊരു സ്ഥലം പപ്പാനിനെ കത്തിക്കുന്നിടത്തേക്ക് പിന്നെ പോണേണ്. അത് വേറൊരു സ്ഥലത്താണ് അതിനെ കത്തിക്കണത്. പിന്നെ അവിടെ തന്നെയാണ്. അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകണം. ഇതിൽ പിന്നെ റോഡൊക്കെ നല്ലോണം വഴികളൊക്കെ നല്ല അലങ്കരിച്ച് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ്. രാത്രി 12 മണി 1 മണിയൊക്കെ ആയാലും ഇവിടെ നിറച്ച് തിരക്കാണ് ജനങ്ങളെ കൊണ്ട്. അത്ര മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇത് പപ്പാനിനെ കത്തിക്കാനായിട്ട് എല്ലാവരും കാത്തു നിൽക്കണേണ്. 31 12 മണിക്ക് രാത്രി 12 മണിക്ക് പിന്നെ പപ്പാനിനെ കത്തിക്കും. അത് കാണാനാണ് ഈ ജനങ്ങളെല്ലാം ഇവിടെ കൂടി നിൽക്കുന്നത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കുട്ടികളും വലിയവരും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരക്കാണ് ഇവിടെ. എല്ലാവരും വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കണേണ്. നല്ല ഭംഗിയുള്ള പരിപാടിയാണിത്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. 12 മണി ആയിട്ടില്ല. അതിന് മുന്നേ തന്നെ ഇവിടെ ആൾക്കാർ കൂടി വെക്കണേണ്. ഇവിടെ ഡാൻസും പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പാട്ടൊക്കെ ഇതിലിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് പാട്ട് പിന്നെ ഇടാത്തത്. പിന്നെ പാട്ടിനനുസരിച്ച് ഇവിടെ ഡാൻസാണ്. എല്ലാവരും കൂടെ എന്നിട്ട് ഡാൻസൊക്കെ കളിക്കണേണ്. പിള്ളേരും DJ പരിപാടിയാണ്. അതുകൊണ്ടാണ് പാട്ട് ഇതിൽ ആഡ് ചെയ്യാത്തത്. പിന്നെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നല്ല രസമാണ്. സമയം പോണത് തന്നെ അറിയില്ല ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ. നല്ല തിരക്കുമാണ്. കുട്ടികളൊക്കെ ആയിട്ട് വന്നവർ ഒന്ന് സൂക്ഷിച്ചൊക്കെ നിൽക്കണം. പിള്ളേരെ കൈവിട്ട് പോയാലൊക്കെ കാണാനൊക്കെ കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നല്ല ഭംഗിയുണ്ട്. ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ. കൃത്യം 12 മണി ആയിട്ടില്ല. 12 മണി ആകുമ്പോഴാണ് ഈ പപ്പാനിനെ കത്തിക്കണത്.
12 മണി വരെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് DJയും ഇങ്ങനെ തുള്ളലും ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. 12 മണിയാകുമ്പോൾ പപ്പാനീനെ കത്തിക്കും. പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ നല്ല ഭംഗിയുള്ളൊരു പരിപാടിയാണ് ഈ 31st ഇവിടെ നല്ല ആഘോഷമാണ് കൊച്ചിയിൽ. ഇപ്പം മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. മുൻപൊക്കെ കൊച്ചിയിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു പരിപാടി ആഘോഷം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ പപ്പാനീനെയൊക്കെ ഉണ്ടാക്കി കത്തിക്കണത് ഇതൊക്കെ ഉണ്ട്. 12 മണി ആകാറായിട്ടുണ്ട്. എല്ലാവരും ഇത് കാണാനായിട്ട് കാത്തിരിക്കണേണ്. 12 മണിയാകാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കണം എല്ലാവരും. വീഡിയോ ഫോണൊക്കെ എല്ലാവരും അറേഞ്ച് ചെയ്ത് നിൽക്കണേണ്. നല്ല ഭംഗിയാണിത് ഇവിടെ. പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ കൃത്യം 12 മണിക്ക് തന്നെ അത് കത്തിച്ച് പടക്കം പൊട്ടി അതിൻ്റെ ആരവവും ബഹളവും ഒക്കെയാണ് കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വോയിസ് കൊടുക്കാതിരുന്നത് അത് കേൾക്കാനായിട്ട്. പിന്നെ അത് കത്തി തീരാറായി. ഇപ്പം നല്ല വെട്ടവും നല്ല പുകയും ഇത് പൊള്ളലൊക്കെയാണ് ഇവിടെ അടുത്ത് നിന്നതിന്. അടുത്താരെ നിർത്തൂല, കുറച്ച് അകലത്തിലേ നിർത്തിയിട്ടാണ് ഇത് കത്തിക്കണത്. ഇത് കത്തി തീരാറായി. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ പാർട്ട് 2 നാളെ ഇടാം. അതിൻ്റെ ഇതിപ്പോൾ വലിയൊരു വീഡിയോ ആയതുകൊണ്ട് ഫുള്ള് ഇങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പാർട്ട് 2 ആയിട്ട് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.